നമസ്കാരം. ഇന്ത്യൻ പൗരനായ സർബ്ജിത്ത് സിംഗിനെ ജയിലിൽ വെച്ച് കൊലപ്പെടുത്തിയ പാകിസ്ഥാൻ അധോലോക നായകനെ ഇന്ന് ലാഹോറിൽ 2 അജ്ഞാതർ കൊലപ്പെടുത്തിയതായി വൃത്തങ്ങൾ ഇന്ത്യ ടുഡേ ടിവിയോട് പറഞ്ഞു. പാകിസ്ഥാനിലെ അധോലോക നായകരിൽ ഒരാളായ ടാംബ എന്ന അമീർ സർഫറാസിനെ ലാഹോറിലെ ഇസ്ലാംപുര മേഖലയിൽ മോട്ടോർ സൈക്കിളിൽ എത്തിയ അക്രമികൾ ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. 1979 ലാഹോറിൽ ജനിച്ച അമീർ സർഫറാസ് ലഷ്കർ-ഇ-തോയ്ബ സ്ഥാപകന്റെ അടുത്ത അനുയായിയായിരുന്നുവെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. സർബ്ജിത്ത് സിംഗിനെ ജയിലിൽ ആക്രമിച്ചത് അമീർ സർഫറാസ് ഉൾപ്പെടെയുള്ളവരാണ്. എന്നിരുന്നാലും സർഫറാസിനെതിരായ തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി 2018 പാകിസ്ഥാൻ കോടതി സർഫറാസിനെ കുറ്റവിമുക്തനാക്കി. ആരായിരുന്നു സർബ്ജിത്ത് സിംഗ്? 1990 പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ 14 പാകിസ്ഥാൻ പൗരന്മാരെയെങ്കിലും ചാരവൃത്തി ആരോപിച്ച് കൊലപ്പെടുത്തിയതിന് പഞ്ചാബ് നിവാസിയായ സർബ്ജിത്ത് സിംഗിന് വധശിക്ഷ വിധിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബവും ഇന്ത്യൻ അധികൃതരും ഈ അവകാശവാദം ശക്തമായി നിഷേധിച്ചിരുന്നു. സർബ്ജിത്ത് സിംഗ് പാകിസ്ഥാൻ അതിർത്തി കടന്ന് കൃഷി ചെയ്യുന്നതിനിടയിൽ തെറ്റിദ്ധരിച്ചെന്നാണ് കുടുംബം അവകാശപ്പെട്ടത്. 2 പതിറ്റാണ്ടിലേറെ പാകിസ്ഥാൻ ജയിലിൽ കഴിഞ്ഞ സർബ്ജിത്ത് സിംഗ് 2013 മെയ്യിൽ മരിച്ചു. ആക്രമണത്തിന് മുൻപ് 23 വർഷം ലാഹോറിലെ കോട്ട് ലഖ്പത്ത് ജയിലിലായിരുന്നു അദ്ദേഹം. കൂടെയുള്ള ചില തടവുകാരിൽ അമീർ സർഫറാസും ഉൾപ്പെട്ടിരുന്നു. 2001 പാർലമെന്റ് ആക്രമണ കേസിലെ പ്രതി അഫ്സൽ ഗുരുവിനെ ഇന്ത്യയിൽ തൂക്കിലേറ്റിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് സർബ്ജിത്ത് സിംഗിന് നേർക്ക് ആക്രമണം നടന്നത്. ഒരു കൂട്ടം തടവുകാർ ഇഷ്ടിക കൊണ്ട് തലക്കടിച്ചതിനെ തുടർന്ന് തലച്ചോറിന് ഗുരുതരമായി പരിക്കേറ്റ സർബ്ജിത്ത് സിംഗിനെ ലാഹോറിലെ ജിന്ന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദിവസങ്ങൾക്ക് ശേഷം പരിക്കുകളോടെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. മൃതദേഹം ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ജയിൽ ശിക്ഷയിലുടനീളം സർബ്ജിത്ത് സിംഗിന്റെ മൂത്ത സഹോദരി ദൽബീർ സിംഗ് തന്റെ സഹോദരന്റെ മോചനത്തിനായി അശ്രാന്തമായി പരിശ്രമിച്ചിരുന്നു. 2016 രൺദീപ് ഹൂഡയും ഐശ്വര്യ റായ് ബച്ചനും അഭിനയിച്ച സർബ്ജിത്ത് എന്ന ഹിന്ദി ഫീച്ചർ ഫിലിം പുറത്തിറങ്ങിയിരുന്നു. ദൽബീർ സിംഗിന്റെ വിവരണവും തന്റെ സഹോദരനെ മോചിപ്പിക്കാൻ വേണ്ടി അവൾ നേരിട്ട ദുരനുഭവവും അടിസ്ഥാനമാക്കിയാണ് ചിത്രം നിർമ്മിച്ചത്. ഏതായാലും പാകിസ്ഥാനിൽ അജ്ഞാതർ വിളയാടുകയാണ്. അജ്ഞാതരാൽ കൊല്ലപ്പെടുന്നത് മുഴുവൻ ഇന്ത്യയുടെ ശത്രുക്കളാണെന്നുള്ളതാണ് ഏറെ രസകരം. അജ്ഞാതന് ബിഗ് സല്യൂട്ട്. ജയ് ഹിന്ദ്.